നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കേരളം ഭരിക്കുന്നത് കൊള്ളക്കാരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് ഫലം കൊള്ളസംഘത്തിനെതിരായ വിധിയെഴുത്താകും. പാലക്കാട്ടെ മുനിസിപ്പൽ UDF നേതൃത്വ കൺവെൻഷൻ. നഗരസഭ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. മുള്ളൂർക്കര വാഴക്കോട് കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് പുളിഞ്ചോട് കുറുപ്പൻതൊടിയിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ 17 വയസ്സുള്ള ഫഹദ്. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. തൃശൂരിൽ വാഹനാപകടത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് പരിക്ക്. തൃശൂരിൽ വീട് കയറി ആക്രമണം. സംഭവം കയ്പമംഗലം ഊരിക്കുഴിയിൽ. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കമിഴ്ന്നു വീണാൽ കാൽപ്പണവുമായി പോകുന്ന കൊള്ളക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലക്കാട് മുനിസിപ്പൽ UDF നേതൃത്വ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കൊള്ളസംഘത്തിനെതിരായ വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പ് ഫലമെന്നും VD സതീശൻ പറഞ്ഞു. ശബരിമലയിൽ കവർച്ച നടത്തിയ CPM നേതാക്കളെക്കുറിച്ച് സർക്കാരിന് ഒരു മിണ്ടാട്ടവുമില്ല. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പ വിഗ്രഹം തന്നെ അടിച്ചുമാറ്റിയേനെയെന്നും VD സതീശൻ പരിഹസിച്ചു. കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ശബരിമല ധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും ദ്വാരക പാലക ശില്പവും അടിച്ചു മാറ്റിയവന്മാർ പിന്നെ എന്താണ് കക്കാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും വിചാരിച്ചത് UB ഗ്രൂപ്പ് വിജയമല്യ കൊടുത്ത 30 കിലോ സ്വർണ്ണം ഇവർ കൊണ്ടായിരുന്നു. അതൊന്നല്ല. 30 കിലോ സ്വർണ്ണമൊന്നല്ല. സ്വർണം പൂശിയതാണെന്നാണ് പലരും പറഞ്ഞത്. കോടതി പറഞ്ഞു ഗോൾഡ് ക്ലാഡ്, സ്വർണം പൊതിഞ്ഞതാണ്. സ്വർണം പൊതിഞ്ഞതും സ്വർണം പൂശിയതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. VK ശ്രീകണ്ഠൻ MP അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, KA തുളസി, രമ്യ ഹരിദാസ്, മരക്കാർ മാരായമംഗലം, P ബാലഗോപാൽ, MM ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം. കോൺഗ്രസ് പ്രവർത്തകനെ സസ്പെൻഡ് ചെയ്തു. കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കീഴിലെ പ്രവർത്തകനായിരുന്ന KE യഹയെയാണ് പാർട്ടി സസ്പെൻഡ് ചെയ്തത്. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മത്സരരംഗത്തുണ്ടായിരിക്കെ പാർട്ടി നിർദ്ദേശത്തിന് വിരുദ്ധമായി വാർഡിൽ മത്സരിക്കുന്നതിനാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. കോൺഗ്രസുമായി ബന്ധമുള്ള മുൻകാലഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന, എന്നാൽ ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസിൽ സജീവമല്ലാതിരുന്ന ഒരു വ്യക്തി, ശ്രീ യഹിയ എന്ന് പറയുന്ന വ്യക്തി, പാർട്ടിയുമായി വലിയ ബന്ധം അടുത്ത കാലത്തൊന്നും ഇല്ലാതിരിക്കുകയും തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ സ്ഥാനാർത്ഥിയായി മാത്രം രംഗപ്രവേശനം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇതിനു മുമ്പ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച്, കൈച്ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടവർ. ഒരു കാരണവശാലും ജയസാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് UDFന്റെ ജില്ലാ കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും യഹിയയെ ആ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാതെ ഇരുന്നത്. അതിനുള്ള പ്രധാന കാരണങ്ങളൊന്ന് മത്സര വിജയസാധ്യതയില്ല എന്ന് മാത്രമല്ല, സംഘടനയുമായിട്ടുള്ള പ്രവർത്തന രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് UDF മണ്ഡലം കമ്മിറ്റി, കോട്ടായി മണ്ഡലം കമ്മിറ്റി സ്ഥാനാർത്ഥി നൽകാതിരുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് കോൺഗ്രസ്സുകാരനാണെന്ന വ്യാജേന 2ാം വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രചരണം നടത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും UDFന്റെ എല്ലാ സ്ഥാനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർട്ടി സ്ഥാനത്തു നിന്ന് എന്തെല്ലാം ചുമതലകൾ വല്ലതും അദ്ദേഹത്തിന് ഒരു ചുമതലയില്ല. ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിനെ, ഈ യഹിയയെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി വയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്കോ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി യാതൊരു ബന്ധമില്ലായിരുന്നു. ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ A തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ച് എടുത്തൊരു തീരുമാനമാണ് കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യഹിയയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹവുമായി പാർട്ടിക്ക് ബന്ധമില്ലാത്തതിനാൽ യാതൊരുവിധ ബാധ്യതയും പാർട്ടിക്ക് ഉത്തരവാദിയായിരിക്കില്ലെന്നും കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
തൃശ്ശൂരിൽ വീട് കയറി ആക്രമണം. കയ്പമംഗലം കൂരിക്കുഴിയിലാണ് സംഭവം. കൂരിക്കുഴി സ്വദേശി അബ്ദുൾ മുത്തലിബിന്റെ വീടാണ് ആക്രമിച്ചത്. റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ച കാറിൽ ബൈക്ക് ഉരഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വീട് കയറിയുള്ള ആക്രമണത്തിൽ കലാശിച്ചത്. ഗർഭിണിയായ യുവതിയും 3 വയസ്സും 9 വയസ്സും പ്രായമുള്ള കുട്ടികളുമുള്ള വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണം കണ്ട് ഭീതിയിലായ കുട്ടികൾ പനി പിടിച്ച ചികിത്സയിലാണ്. കൂരിക്കുഴി സ്വദേശി അബ്ദുൾ മുത്തലിബിന്റെ വീടാണ് ആക്രമിച്ചത്. ചന്ദ്രാപിന്നി ചാക്കുണ്ണി ഉന്നതിയിലെ ടൂൾ എന്നറിയപ്പെടുന്ന ഫൈസലാണ് ആക്രമണം നടത്തിയത്. വീട് കയറി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കാരക്കുറിശി പഞ്ചായത്തിൽ NCP സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനായി നൽകിയ കത്ത് വ്യാജമെന്നാരോപിച്ച് നോമിനേഷൻ തള്ളിയ നടപടിക്കെതിരെ നേതൃത്വം. കലക്ടർക്കും കോടതിയിലും പരാതി നൽകിയതായി NCP ജില്ലാ ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നേതൃത്വം നൽകിയ കത്ത് വ്യാജമാണെന്ന് ആരോപിച്ചത് NCP ശരത് പവാർ വിഭാഗവും ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുമാണ്. കാരാകുറിശി പഞ്ചായത്തിൽ NCP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാഹിന പുത്തൻപീടിയയ്ക്ക് ചിഹ്നം അനുവദിക്കാൻ കത്ത് നൽകിയത് നേതൃത്വമാണ്. ജനാധിപത്യവും രാഷ്ട്രീയ മര്യാദയും ലംഘിക്കുന്ന നടപടിക്കെതിരെ ശക്തമായി പോരാടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. യഥാർത്ഥ NCPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ഷാഹിന എന്നവരുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിട്ടുള്ളതും അതിൻ്റെ വെരിഫിക്കേഷൻ പൂർത്തീകരണം നടത്തിയിട്ടുള്ളതുമാണ്. എന്നാൽ ഇന്നലെ 24/11/2025 ചിഹ്നം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശകനും പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് ചെന്ന് അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ചെന്ന സമയത്ത് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹാരിസ് ബാബു നൽകിയ കത്ത് വ്യാജമാണെന്നും അത് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഒഫീഷ്യൽ ചിഹ്നം അനുവദിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് ബാബു, സംസ്ഥാന സെക്രട്ടറി സെയ്ദ് ആബിദ്, NYC പ്രസിഡന്റ് CK ഗഫൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശ്ശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. സ്വരാജ് റൗണ്ടിൽ രാഗം തിയേറ്ററിന് സമീപമായിരുന്നു സംഭവം. ശക്തമായ കാറ്റിലാണ് തേക്കിൻകാട് മൈതാനിയിലെ മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. കാറിൽ കുടുങ്ങിയ ഡ്രൈവറെ മറ്റു യാത്രക്കാരാണ് രക്ഷപ്പെടുത്തിയത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പാലക്കാട് നഗരസഭ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രിക്കും സ്റ്റേഡിയം സ്റ്റാൻഡിനും സമീപത്തായാണ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള MP VK ശ്രീകണ്ഠൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, UDF കൺവീനർ P ബാലഗോപാൽ, മറ്റ് UDF നേതാക്കൾ, സ്ഥാനാർത്ഥികൾ, പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി വെള്ളത്തിലകപ്പെട്ട് മരിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ വാഴക്കോട് വളവ് പുളിഞ്ചോട് സമീപം താമസിക്കുന്ന കുറുപ്പൻതൊടിയിൽ അബ്ദുറഹ്മാൻ്റെ മകൻ 17 വയസ്സുള്ള ഫഹദാണ് മരിച്ചത്. കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയ ഫഹദ് വെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു. കൂട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിയെത്തുകയും പിന്നീട് വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. ഓട്ടുപാറ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശ്ശൂരിൽ വാഹനാപകടത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് പരിക്ക്. കൂഴൂർ ബ്ലോക്ക് ഡിവിഷൻ CPM സ്ഥാനാർത്ഥി തോമസ് പുളിക്കലിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. കുളൂർ സ്കൂളിന് സമീപത്തായി സ്കൂട്ടർ അപകടത്തിൽ റോഡിൽ വീണ് കിടക്കുന്നതായി നാട്ടുകാരാണ് കണ്ടെത്തിയത്. അപകട കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. മുഖത്തുള്ള അസ്ഥികൾ ഉൾപ്പെടെ പൊട്ടലുണ്ടായിട്ടുണ്ട്. മാളയിലെ ബിലീവേഴ്സ് NCH ആശുപത്രിയിൽ പ്രവേശിച്ച തോമസിനെ ചികിത്സയ്ക്ക് എറണാകുളത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. മണ്ണൂർ പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സഹോദരന്മാർ തമ്മിൽ അംഗത്തിലേക്ക്. പഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് സഹോദരങ്ങൾ തമ്മിൽ അംഗം കുറിക്കുന്നത്.
UDF BJP പ്രതിനിധികളായാണ് ഇവർ മത്സരിക്കുന്നത്. പ്രമോദ് എന്ന കുട്ടനും സഹോദരൻ KC പ്രദീപും തമ്മിലാണ് മത്സരരംഗത്തുള്ളത്. പ്രമോദ് എന്ന കുട്ടൻ BJP സ്ഥാനാർത്ഥിയായും സഹോദരൻ KC പ്രദീപ് UDF സ്ഥാനാർത്ഥിയുമായിട്ടാണ് മത്സരിക്കുന്നത്. ഇരുവരും ഓട്ടോ ഡ്രൈവർമാരാണ്. അടുത്തടുത്താണ് താമസം. ബന്ധം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് ഇരുവരും പറയുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയത്തിലാണെങ്കിലും വീട്ടിലെത്തിയാൽ ഇരുവരും ബായിയാണ്. പ്രമോദ് എന്ന കുട്ടൻ BJP സ്ഥാനാർത്ഥിയായും കർഷക മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. വർഷങ്ങളായിട്ട് BJP പ്രവർത്തകനാണ്. ഇപ്പോൾ കർഷക മോർച്ചൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി അംഗമാണ്. പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. BJP നേതൃത്വം പറഞ്ഞതുകൊണ്ടാണ് പ്രാവശ്യം BJP സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ഏട്ടൻ നമ്മുടെ സഹോദരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ യാതൊരു കുടുംബപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. രാഷ്ട്രീയപരമായിട്ട് അവൻ്റെ ആദർശം അവൻ നിൽക്കുന്നു, എൻ്റെ ആദർശത്തിൽ ഞാൻ നിൽക്കുന്നു. അതല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. KSU പ്രവർത്തകൻ കൂടിയായിരുന്ന KC പ്രദീപ് പാർട്ടി പറഞ്ഞ തീരുമാനം ഏറ്റെടുക്കുകയായിരുന്നു. ഞാൻ UDFന്റെ 15ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. പിന്നെ KSUയുടെ തന്നെ സ്കൂൾ ജീവിതത്തിൽ തന്നെ രാഷ്ട്രീയം പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ സജീവമായിട്ട് ഈ വാർഡുകളിൽ 15ാം വാർഡിൽ 14ാം വാർഡ് 14ാം വാർഡായിരുന്നു. അത് സജീവമായിട്ട് പ്രവർത്തനമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പഴയകാല നേതാക്കളായ വെള്ളക്കുട്ടി മാഷ്, പിന്നെ മണിയേട്ടൻ അവരൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പ്രവർത്തിച്ച പരിചയമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കാലം വിദേശത്തും ബോംബെയിലായിട്ട് ജോലിക്ക് വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് 10-15 വർഷമായിട്ട് ഇപ്പോൾ സജീവമായിട്ട് ഈ വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് വാർഡ് പ്രസിഡൻ്റായിട്ട് 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഈ വാർഡിൽ. അതിൻ്റെ പേരിൽ പാർട്ടി മണ്ഡലം കമ്മിറ്റി സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചപ്പോൾ ഒഴിയാൻ സാധിച്ചില്ല. നിർബന്ധിച്ചപ്പോൾ നിൽക്കേണ്ടി വന്നു. പിന്നെ സഹോദരൻ BJPയിലെ സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട്. അതേമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇരുവരും വിജയപ്രതീക്ഷയിലാണ്. BJP സ്ഥാനാർത്ഥി പ്രമോദിന്റെ 2 റൗണ്ട് പ്രചരണ പ്രവർത്തനം കഴിഞ്ഞുവെങ്കിലും UDF സ്ഥാനാർത്ഥി KC പ്രദീപിന്റെ പ്രചരണം 1ാം റൗണ്ട് കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥിയും ഇവിടെ മത്സരരംഗത്തുണ്ട്. വിജയം പ്രതീക്ഷിക്കുന്നതായി ഇരുവരും പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മലബാർ സോക്കർ ചാമ്പ്യൻഷിപ്പ് സീസൺ 2ന്റെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ തുടക്കം കുറിച്ചു. ചെറുതുരുത്തി SI AR നിഖിൽ ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഫുട്ബോളിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇന്നിവിടെ 16ഓളം ടീമുകളാണ് വിജയത്തിനായി മാറ്റൊരുക്കുന്നത്. ഒരു ടീമിന് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കളിയിൽ വിജയവും പരാജയവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊരു വിജയത്തിൻ്റെ മുന്നോടി മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇതിലുപോലെ തന്നെ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. പരാജയമുണ്ടായാൽ അത് നിയന്ത്രിക്കാനും വിജയത്തിലേക്ക് ഓരോ സ്റ്റെപ്സായി നിങ്ങൾക്ക് ഉയരുവാനും നിങ്ങൾക്ക് സാധിക്കണം. മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നടത്തുന്ന മലബാർ സോക്കർ ചാമ്പ്യൻഷിപ്പ് സീസൺ 2 നവംബർ 24 മുതൽ 29 വരെ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. സ്കൂൾ തല ഫുട്ബോൾ പ്രതിഭകൾക്ക് വേദിയൊരുക്കുന്ന ഇന്റർ സ്കൂൾ 11 സൈഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പായാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മലബാർ കോളേജ് സ്ഥാപനം ചെയർമാനുമായ ഡോക്ടർ KS അംസ അധ്യക്ഷത വഹിച്ചു. ഫുട്ബോളിൻ്റെ ലഹരി സിരകളിലൂടെ പതഞ്ഞൊഴുകുന്ന ഒരു തലമുറ ഉണ്ടായി വരണം. അങ്ങനെ വന്നാൽ മറ്റു ലഹരികൾക്ക് അവിടെ സ്ഥാനമുണ്ടാവില്ല. മറ്റ് ലഹരികൾക്ക് പകരം ഫുട്ബോളിൻ്റെ ലഹരി നമ്മുടെ സിരകളിലൂടെ രക്തത്തിന് പകരം പതഞ്ഞൊഴുകുന്ന ഒരു തലമുറ ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതുണ്ട്. അതിന് സ്കൂളുകളിലേക്ക് കൊണ്ട് പരിശീലനം കൊടുക്കണം. ഇതോടുകൂടി 10-16 സ്കൂളുകളിൽ നമ്മുടെ സന്ദേശം എത്തുകയാണ്. ആ 16 സ്കൂളിലെ ക്ലബിൻ്റെ ടീമുകൾ സർവോപരി നല്ല സജ്ജമായി മാറും എന്ന് സംശയമില്ല. ഒരു ഉദാഹരണം മാത്രം പറയാം. ഈ സാധാരണ ഒരു സ്കൂൾ മാത്രമാണ് ഞങ്ങളുടെ സ്കൂളായിരുന്ന ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ അറഫ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ കുട്ടികൾ. സാധാരണ ഒരു സ്കൂൾ മാത്രമായിരുന്നു. 4-5 വർഷം മുമ്പാണ് അവിടെ ക്യാമ്പ് തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ അവരെവിടെ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും അതിനു മുമ്പും കേരളത്തിലെ ചാമ്പ്യന്മാരവരാണ്. കേരളത്തിലെ ചാമ്പ്യന്മാർ വെറുതെ ചാമ്പ്യന്മാരായത് മാത്രമല്ല, ഒരു ഗോൾ പോലും തിരിച്ച് വാങ്ങാതെ എല്ലാ കളികളും 4ഉം 5ഉം 8ഉം ഗോളുകൾ യാതൊന്നും തിരിച്ചു മേടിക്കാതെ 8ഉം 7ഉം ഗോളുകൾ അടിച്ചാണ് ആ ടൂർണമെൻറ്റിൽ അവർ ചാമ്പ്യന്മാരായി തീർന്നത്. ആ സ്റ്റേറ്റിൽ പോയപ്പോഴും അങ്ങനെ തന്നെയാണ്. അവസാനം അവർ
നാഷണലിൽ കളിക്കാൻ പോയി. നാഷണലിലാണ് ഫസ്റ്റ് റണ്ണറപ്പായി തിരിച്ചു വന്നത്. മറ്റൊരു കാര്യം കൂടിയും, കേരളത്തിൻ്റെ ചാമ്പ്യന്മാരായത് അണ്ടർ-19 അണ്ടർ-17 രണ്ടും ചാമ്പ്യന്മാർ അറഫ സ്കൂളാണ്. സ്കൂൾ മാനേജർ, പ്രധാനാധ്യാപകർ, മറ്റ് പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 16 സ്കൂൾ ടീമുകളാണ് മത്സര രംഗത്തിറങ്ങുന്നത്. യുവാക്കളിൽ ഫുട്ബോൾ സംസ്കാരം വളർത്തുകയും ചെറുപ്പത്തിൽ തന്നെ മത്സരാന്തരീക്ഷം പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രധാന ലക്ഷ്യം. അതൊരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ആയിട്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം ഭരിക്കുന്നത് കൊള്ളക്കാരെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പ് ഫലം കൊള്ള സംഘത്തിനെതിരായ വിധിയെഴുത്താകും. പാലക്കാട്ടെ മുനിസിപ്പൽ UDF നേതൃത്വ കൺവെൻഷൻ. നഗരസഭ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. മുള്ളൂർക്കര വാഴക്കോട് കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് പുളിഞ്ചോട് കുറുപ്പൻതൊടിയിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ 17 വയസ്സുള്ള ഫഹദ്. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. തൃശൂരിൽ വാനാപടത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് പരിക്ക്. തൃശൂരിൽ വീട് കയറി ആക്രമണം. സംഭവം കയ്പമംഗലം ഊരിക്കുഴിയിൽ. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.